മോളെ ഡ്രിങ്ക്സ് എടുത്ത് വെക്കാൻ പറ. എന്റെ മോക്ക് 4 വയസ്സ് തികയുന്നതിന് മുമ്പ് അവളുടെ അമ്മ പോയി. ലക്ഷ്മിയുടെ ഡെത്ത് ആനിവേഴ്സറി ആണെന്ന്. ഇതുവരെ അതൊരു ആഘോഷമായി നടത്തുന്നതിന് പകരം അവളുടെ ഓർമ്മയുമായി തനിച്ചിരിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ ഇന്ന് രവിയെ ക്ഷണിക്കാൻ ഒരു കാരണമുണ്ട്. വരൂ. Come on. ഹലോ. അത്ര വലിയ പ്രിൻസിപ്പൾ ഉള്ളവനാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് അവിഹിതമായി ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. Come on. Come on, I say. എന്റെ മോക്ക് 2-3 തലമുറ കഴിയാനുള്ള സ്വത്തുക്കൾ അവളുടെ അമ്മയുടെ വക തന്നെയുണ്ട്. കഴിയൂ. രവിയുടെ ബാക്ക്ഗ്രൗണ്ട് സാമാന്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പഠിച്ചതും വളർന്നുമൊക്കെ ഡൽഹിയിലായിരുന്നു. സർ, അമ്മ നേരത്തെ മരിച്ചു. അച്ഛൻ മിലിറ്ററിയിൽ മേജർ. 4 വർഷം മുമ്പ് ഒരു മൈൻ ആക്സിഡന്റിൽ കാശ്മീരിൽ വെച്ച്. സാറ് പറഞ്ഞു വരുന്നത്? ഇനിയും മനസ്സിലായില്ലേ? പ്രിയയ്ക്ക് വയസ്സ് 19 കഴിഞ്ഞു. ആവശ്യത്തിന് പഠിപ്പൊക്കെ ആയി. ഈ ബാച്ചിലർഷിപ്പ് അവസാനിപ്പിക്കാൻ രവിക്കുമായില്ലേ പ്രായം? സർ, സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്താണ്? എന്റെ എൻഗേജ്മെന്റ് നേരത്തെ കഴിഞ്ഞതാണ് സാർ. മറ്റൊരു എൻഗേജ്മെന്റ് കഴിഞ്ഞോ? വാട്ട് യു മീൻ? എന്റെ മോള് പിന്നെ താനെന്തിന് എന്റെ മകളെ രാത്രിയിലും അസമയത്തും ഡിന്നറിനും പാർട്ടിക്കും കൊണ്ടുപോയി? സർ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ സർ. എടോ, തറവാട്ടിൽ പിറന്ന ഒരുത്തനാണ് താനെന്ന് കരുതി ഒരു ചീപ്പ് ഊണൈസറെ പോലെ എന്റെ മകളെ. സാർ, എന്നെ പറയാൻ അനുവദിക്കണം. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യു. സത്യം അറിയാതെയാണ് സാറിനെ വെറുതെ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. മേലിൽ നീ എന്റെ മകളോട് അടുത്താൽ ഐ വിൽ ഷൂട്ട് യു. സർ, ആവശ്യമില്ലാതെയാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. Get out. സർ, I say you get out. മോളെ, നിനക്കിഷ്ടമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് ആലോചിച്ചത്. കോട്ടെ, അവനേക്കാൾ യോഗ്യനായ ഒരുത്തനെ എന്റെ മോക്ക് ഞാൻ കൊണ്ടുവരും. വിഷമിക്കാതെ. DGPയുടെ മകൾ. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ് കൂടും. ജ്യോതി, പെണ്ണാണെങ്കിൽ സുന്ദരി, 3 തലമുറ കഴിയാനുള്ള സ്വത്ത്. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. പ്രാക്ടിക്കൽ മാൻ. ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഇക്കാലത്ത് എന്നെ പോലുള്ള MBBS-നും MD-ക്കൊക്കെ എന്താ വില? ജോലി ഇല്ലാതെ അലഞ്ഞു കിടക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം കൂട്ടാൻ കൊള്ളാം. പിന്നെ കുടുംബസ്വത്താണെങ്കിൽ ഒന്നുമില്ല. പത്രം നടത്തി ഉണ്ടാക്കിയ കുറെ കടം മാത്രം മിച്ചം. നാളെയാൾക്ക് നഷ്ടബോധം തോന്നരുത്. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. ജ്യോതി, മനസമാധാനം കിട്ടാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. ഇന്നലെ ആ മനുഷ്യൻ എന്നെ പറഞ്ഞ തെറി അഴുക്ക് പോലെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് കിടക്ക്. എനിക്കൊന്ന് ഫ്രഷ് ആവണം. കമോൺ, ലെറ്റ്സ് ഗോ ഫോർ എ ഫിലിം. അയ്യോ, എനിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ട്. യെസ്, ആര്? ഓ മൈ ഗോഡ്. പ്ലീസ് സർ. നീ കാരണമാണ് എന്റെ ബോൾ പോയത്. I lost my wife. Now I lost my daughter. I lost everything. This you. I will kill you.
வேணாம் வாங்க ப்ளீஸ். രവി, എന്തായി കാണിക്കുന്നേ? ഞാൻ എന്റെ മനസ്സിന്റെ വിഷമം ഞാൻ ആരോട് പറയും? എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അവളുടെ കുസൃതി, ഒരനിയത്തിയെ പോലെ. എന്താ കുട്ടിക്ക് പറ്റിയേ? രവി, അവൾ മോശമായ വഴിക്കാണ് ജീവിച്ചതെന്ന് തോന്നുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതാണ്. അമിതമായി ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരിൽ കാണുന്ന തരത്തിൽ പ്രിയയുടെ കൈത്തണ്ടയിലും തൈസിലും മയക്കുമരുന്ന് കുത്തിവെച്ചതിന്റെ പാടുകളുണ്ടായിരുന്നു. ഒന്നിലധികം തവണ അബോർഷൻ നടത്തിയിട്ടുമുണ്ട്. ജ്യോതി, ഞാനാണ് ഈ ആത്മഹത്യക്ക് ഉത്തരവാദി എന്നാണ് DGP വിശ്വസിക്കുന്നത്. പാവം മനുഷ്യൻ. എനിക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. എന്ത് കാരണം കൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്ന് എനിക്ക് കണ്ടെത്തണം. ജ്യോതി, അതിന് ചിലപ്പോ എനിക്ക് നിന്റെ സഹായം വേണ്ടിവരും. അവളിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. ശരി, എന്നെ കേട്ടങ്ങ്. മഞ്ജു എങ്ങനെ കേട്ടങ്ങ്. പറയൂ. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അദ്ദേഹം പോലീസ് ഓഫീസറാണെന്നറിയാലോ. കുട്ടി ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോവാം. അതൊഴിവാക്കുക നല്ലത്. പ്രിയയും നീയും അടുത്ത കൂട്ടുകാരികളായിരുന്നില്ലേ? അവൾ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം നിനക്കറിയാതിരിക്കില്ല. മഞ്ജുവും ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു അല്ലേ? എങ്ങനെയാ നിങ്ങളിത് ശീലിച്ചത്? പ്രിയയ്ക്ക് ശരത്തുമായി അടുപ്പമുണ്ടായിരുന്നു. ഏത് ശരത്? RS പാണ്ഡ്യന്റെ മകൻ. അവന്റെ ഒരു പാർട്ടിയിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി ഡ്രഗ്സ് ഉപയോഗിച്ചത്. ഒരു തമാശയിൽ തുടങ്ങി, പിന്നീട് കൂടെ കൂടെ തന്ന് ഞങ്ങളെ ഡ്രഗ്സിന് അടിമകളാക്കുകയായിരുന്നു. അതൊരു ചതിവായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഒരിക്കൽ മൈൽഡാണെന്ന് പറഞ്ഞ് വളരെ ലഹരി കൂടി കൊക്കൈനായിരുന്നു തന്നത്. ആ മയക്കത്തിൽ അവര്. മഞ്ജു, പ്ലീസ് കരയരുത്. പറയൂ, എന്താ ഉണ്ടായത്? ഫോട്ടോസും കാണിച്ചാണ് പിന്നീട് ശരത്ത് ബ്ലാക്ക്മെയിൽ ചെയ്തു തുടങ്ങിയത്. ബ്ലാക്ക്മെയിൽ എന്ന് വെച്ചാൽ? അവര് പറയുന്ന പലർക്കും വഴങ്ങേണ്ടി വന്നു. കള്ളക്കടത്തുകാർ, രാഷ്ട്രീയക്കാർ, അങ്ങനെ പലരും പിന്നെയും നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് വേറെയും പെൺകുട്ടികളെ ഈ ഗ്യാങ്ങിലേക്ക് വരുത്തി. നിങ്ങൾ എന്തുകൊണ്ട് ഇത് രക്ഷിതാക്കളെ അറിയിച്ചില്ല? പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? പുറത്തു പറഞ്ഞാൽ ഈ കാസറ്റിന്റെ കോപ്പികൾ വീഡിയോ ലൈബ്രറികളിൽ എത്തിക്കുന്ന ഒരു ഭീഷണിപ്പെടുത്തി. പ്രിയ പോലെ അത് കേട്ട് ഭയന്നാണ്. ഈ കുറ്റബോധം കൊണ്ടാണോ പ്രിയ ആത്മഹത്യ ചെയ്തത്? മഞ്ജു അവസാനമായി പ്രിയെ കണ്ടതെന്നാണ്. അന്ന് കാലത്ത് ഡാഡി പെട്ടെന്ന് എന്റെ മാരേജ് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഈ നിലയിൽ ഞാൻ എങ്ങനെ ഒരാളെ ഞാൻ എതിർത്തപ്പോ ഡാഡിക്ക് വാശി കൂടുകയാണ്. ഡാഡിയോടെല്ലാം തുറന്ന് പറഞ്ഞാറിയാ അത് അപകടമാണ്. പിന്നെ നമ്മുടെ എല്ലാം ജീവിതം മാത്രമല്ല, നിന്റെ ഡാഡിക്ക് ഇത് സഹിക്കാൻ കഴിയുമോ? അദ്ദേഹം തകർന്നു പോവും. പിന്നെ ഇങ്ങനെ തുടരാനോ? വയ്യ. എത്രയായി, ആകെ മരവിച്ച പോലെ. എനിക്ക് മടുത്തു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതെ മഞ്ജു, എനിക്ക് രക്ഷപ്പെടണം. പക്ഷെ ആ രക്ഷപ്പെടൽ ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ആരൊക്കെയാണ് ഈ ഗ്യാങ്ങിൽപ്പെട്ടവർ? പറയൂ, എവിടെയാണ് അവരുടെ സങ്കേതം?
ഇതിന്റെയൊക്കെ പിന്നിൽ പാണ്ഡ്യന്റെ മകൻ ശരത്താണ് സർ. ഉടനെ അവനെ കസ്റ്റഡിയിലെടുക്കണം. Do you have any evidence against him?